നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായിട്ടുള്ള ഏറ്റവും പുതിയൊരു സീരീസാണ്, ഒരു ആനിമേറ്റഡ് സീരീസാണ് ഡെവിൾ മേ ക്രൈ. ഇതേ പേരിലുള്ള ഒരു വീഡിയോ ഗെയിമിന്റെ ഒരു സീരീസ് അഡാപ്റ്റേഷൻ ആണ്. അതേ ആ ഒരു ലീഡിങ് ക്യാരക്ടർ ഡാൻഡി എന്ന് പറയുന്ന ഒരു ഡീമൺ ഹണ്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സീരീസ് കണ്ടത്. ആൻഡ് ഒരു ടോട്ടൽ ഒരു 8 എപ്പിസോഡ്സ് ഒക്കെ ഉള്ളത്, ഒരു ഹാഫ് ആൻ അവർ ഡ്യൂറേഷനുള്ള ഒരു എപ്പിസോഡ്സ്. ആൻഡ് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ, ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് 8th എപ്പിസോഡ് വരെ ആ ഒരു ത്രില്ല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സീരീസിന് സാധിച്ചിട്ടുണ്ട്. ഇവൻ ആ ഒരു ആനിമേറ്റഡ് ആ ഒരു സ്റ്റൈലായാലും ശരി, ഈവൻ സ്റ്റോറി ഡെവലപ്മെന്റ് ആയാലും ക്യാരക്ടർ ഡെവലപ്മെന്റ്, അത് എടുത്തു പറയേണ്ട ഒരു സംഭവം, പ്രത്യേകിച്ച് വില്ലൻ ക്യാരക്ടർ. ഈ സീരീസിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് ഇതിലത്തെ വില്ലൻ ക്യാരക്ടർ. കാരണം തുടക്കം തൊട്ട് അവസാനം വരെ, ഈവൻ ഫസ്റ്റ് ആ ഒരു ക്യാരക്ടറിന് ഇൻട്രൊഡക്ഷൻ തൊട്ട് അവസാനം വരെ ആ ഒരു ക്യാരക്ടറിനെ കൊടുത്തിട്ടുള്ള ഒരു ബിൽഡപ്പ്, ആ ഒരു മാനറിസംസ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നിനൊന്ന് എല്ലാം തന്നെ നല്ല കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു പക്ക മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വില്ലൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ ഒരു ക്യാരക്ടറിനെ എവിടെ പോലും നമുക്കൊരു കോമഡി പീസ് ആക്കിയതായിട്ട് ഒന്നും തോന്നില്ല. ജസ്റ്റ് ആ ഒരു സ്റ്റൈൽ ഓഫ് എന്താ പറയുക അപ്രോച്ച് ആ ഒരു ക്യാരക്ടറിനോടുള്ളത് തന്നെയാണ് ഈ ഒരു സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഈവൻ ആ ഒരു ക്യാരക്ടറിനോടുള്ള വോയിസ് ഓവറും ഒക്കെ തന്നെ വളരെ കിടിലനായിട്ടുണ്ട്. ആൻഡ് കോമ്പാറ്റ് സീക്വൻസ് ആയാലും ശരി, ഒരു ഡീമൺ ഹണ്ടർ എന്ന് പറയുന്ന ആ ഒരു തീം വെച്ചുകൊണ്ടുള്ള ഒരു സീരീസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുക ആ ഒരു സ്റ്റോറി ഡെവലപ്മെന്റിന്റെ ഒപ്പം തന്നെ ആ ഒരു കോമ്പാറ്റ് സീക്വൻസുകളാണ്. പലതിലും ഒരു അഡ്രിനാലിൻ റഷ് ഓഫർ ചെയ്യാനായിട്ട് പല ആ ഒരു കോമ്പാറ്റ് സീക്വൻസിനും അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സീരീസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്സിൽ പറയേണ്ട കാര്യങ്ങൾ. ആൻഡ് ഈവൻ ആ ഒരു ഡാൻറ്റെ എന്ന് പറയുന്ന ആ ഒരു ഡീമൺ ഹണ്ടറിന്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് നമുക്ക് എടുത്തു കാണിക്കുന്നത്, ഈവൻ പലയിടത്തും ഒരു ഡെഡ് പൂൾ ടച്ച് നമുക്ക് ശരിക്കും തോന്നുന്നൊരു ഫീൽ ആയിരുന്നു. ഈവൻ ഈ ഒരു വീഡിയോ ഗെയിം കളിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ടും ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഈവൻ അവർക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും ഒരു ക്യാരക്ടറിന്റെ മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റൈൽ എന്താന്നുള്ളത്. എല്ലാം നല്ല കിടിലൻ തന്നെയായിരുന്നു. ഈവൻ നമ്മൾ ഈ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ കാണുമ്പോൾ പലയിടത്തും നമുക്ക് തോന്നുമ്പോൾ എന്താ പല ക്യാരക്ടേഴ്സിനും ഇടയ്ക്ക് കാണിച്ചിട്ട് പിന്നെ അവരെ കുറിച്ച് അധികം ഒരു ഇതില്ലാത്തതെന്നുള്ളത്. പക്ഷെ ഒരു സീസൺ 2 ഇപ്പോൾ ഒരു റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് സംഭവങ്ങൾ പറയാൻ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ലെയേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീരീസിന്റെ മൊത്തത്തിലുള്ള പോക്ക്. എവിടെ പോലും ഒരു ലാഗ് അടിപ്പിക്കാതെയോ ഒരു സീക്വൻസ് നടക്കുകയാണെങ്കിൽ തൊട്ടടുത്തത് തന്നെ അതിനെ കണക്ട് ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓഫർ ചെയ്യാനായിട്ട് ഇതിന്റെ സ്റ്റോറിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ചിലത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ന് കഴിഞ്ഞാൽ മതി എന്ന് തോന്നും. പക്ഷെ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു സ്റ്റോറി മാത്രമല്ലാതെ ഒരു ആനിമേഷനിലൂടെ പോലും നമ്മൾ പിടിച്ചിരുത്താൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇതിന്റെ 6th എപ്പിസോഡ്. അത് എല്ലാവരും കണ്ടു നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി എങ്ങനെ നല്ല എഫക്റ്റീവ് ആയിട്ടും ആ ഒരു കുറഞ്ഞ ടൈമിൽ, ആ ഒരു ലിമിറ്റഡ് ടൈമിൽ ആളുകളിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ പറയാം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. ഈവൻ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സീരീസ് തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക. ഈവൻ ആ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ പോലെ ഡീമൺ ഹണ്ടർ എന്ന് പറയുന്ന ആ ഒരു തീമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഫീസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു സീരീസ്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.